വാഗമൺ പോലീസ് സ്റ്റേഷൻ ആധുനിക നിലവാരത്തിലുള്ള കെട്ടിടം നിർമ്മിച്ചു. എന്നാൽ പ്രവർത്തനം ഇപ്പോഴും യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെ. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ പല പോലീസ് സ്റ്റേഷനുകളും മാർച്ച് 1-ന് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും വാഗമൺ സ്റ്റേഷനെ മാത്രം പഴഞ്ഞു. കോടികൾ മുടക്കി 3 നില മനോഹര കെട്ടിടം നിർമ്മിച്ചു. എന്നാൽ ഇവിടേക്കുള്ള റോഡ് നിർമ്മാണവും കുടിവെള്ളവും വൈദ്യുതി കണക്ഷനും ഇനിയും എടുക്കുവാൻ അധികൃതർക്കായിട്ടില്ല. 2014 ഫെബ്രുവരി 21-നാണ് വാഗമൺ പോലീസ് സ്റ്റേഷൻ രൂപീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് വാഗമൺ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നു മുതൽ വാഗമൺ വില്ലേജിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് സർവേ നമ്പർ 653 സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത കെട്ടിടത്തിലാണ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചതും ഇന്നും പ്രവർത്തിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ മുൻ MLA ES ബിജുമോൾ ഭൂമിക്കായി ശ്രമം ആരംഭിക്കുകയും 2019 ഭൂമി റവന്യൂ വകുപ്പിൽ നിന്നും തരപ്പെടുത്തി ആഭ്യന്തര വകുപ്പിൽ നിന്നും ഫണ്ടും തരപ്പെടുത്തി. കെട്ടിടം പണി പൂർത്തിയായിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നാൽ സ്റ്റേഷനിലേക്കുള്ള റോഡും കുടിവെള്ളവും വൈദ്യുതി കണക്ഷനും എടുക്കുന്നത് ഇന്നും മരീചികയായി തുടരുകയാണ്. നല്ലൊരു പോലീസ് സ്റ്റേഷന്റെ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പണിതിരിക്കുന്നത്. പക്ഷേ ആ ഭാഗത്തോട്ട് പോകുന്ന, ആ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയുടെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൂടെ അതിനാകാനുണ്ട്. അത് അവിടെ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ എന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരക്കിയപ്പോൾ പറയുന്നത്. അത് ഇപ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തിൽ, 5 അല്ല, ഏതാണ്ട് ഒരു 6-7 വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ്. ദിവസേന നിരവധി കേസുകൾ ഉണ്ടാകുന്ന സ്റ്റേഷനാണ് വാഗമൺ. കേസിൽപ്പെട്ട പ്രതികളെ പിടിച്ചാൽ പിന്നെ പ്രതികളെ സ്റ്റേഷനിൽ സൂക്ഷിക്കേണ്ടതിനാൽ പിന്നെ പോലീസുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഷൻ തൊട്ടടുത്തുള്ളപ്പോഴാണ് നിയമപാലകർ ഈ ദുരവസ്ഥയിൽ കഴിയുന്നത്. 10 ലക്ഷത്തിൽ താഴെ മാത്രം ചെലവഴിച്ചാൽ ഈ സ്റ്റേഷന് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നിരിക്കെയാണ് അധികൃതർ ഈ സ്റ്റേഷനെ അവഗണിക്കുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. എന്നിട്ടും ഈ സ്റ്റേഷനെ വേണ്ട പരിഗണന നൽകാത്തത് ആശ്ചര്യമായിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.